മേരിച്ചാണോ അതോ വാടാ മേരിച്ചാണോ എന്ന് തോന്നിപ്പോ സ്വാഭാവികം. ஆக்டிங் த்ரிஷா அர்ஜுன் രജീന എല്ലാവരുമേ നല്ല നടിച്ചിരിക്കാங்க. മെയിനാ ആരവ് നല്ല നടിച്ചിരിക്കാப்ல. നല്ല പടമാണ്, എന്തായാലും വന്ന് കാണുക. ഭയങ്കര എക്സ്പെക്ടേഷൻ വന്നിട്ടുള്ള ഇത് വേണ്ട, പക്ഷെ അല്ലാതെ നൈസായിട്ട് വന്ന് തിയേറ്ററിൽ கண்டிப்பா ஆக்ஷன் சீக்வென்ஸ் கம்பேர் பண்ணி பார்க்கும்போது இந்த ஆக்ஷன்ஸ் விஜயால கண்டிப்பா ஷூரா பண்ண முடியாது. ஆக்ஷன் மூவி சூப்பரா இருந்துச்சு, நல்லா இருக்கு. தலையோட ஆக்டிங் எல்லாம் எப்படி இருக்கு? தலை ஆக்டிங் த்ரிஷா அர்ஜுன் ரஜீனா எல்லாருமே நல்லா நடிச்சிருக்காங்க. மெயினா ஆரவ் நல்லா நடிச்சிருக்காப்ல. சூப்பரா இருந்துச்சு, மூவி நல்லா கேரி ஆயிருக்கு. அனிருத்தோட மியூசிக் எல்லாம் எப்படி இருக்கு? அனிருத்தோட மியூசிக், அனிருத் மியூசிக் சொல்லவே வேணாம், ரொம்ப சூப்பரா இருந்துச்சு. எல்லாமே குட், ஆல் குட். நல்லா കണ്ടിപ്പാ എല്ലാവരും വന്ന് பார்க்கலாம். പടം നമ്മൾ മകൻ തിരുമേനിയുടെ പടം ആ ഒരു ലെവലിൽ വന്നിട്ടില്ല, പക്ഷെ തല ഒരു രക്ഷയില്ല. ആക്ഷനും തലയെ കാണാൻ വേണ്ടി മാത്രം പടത്തിന് കയറാം. ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം ലെങ്തായി പോയി, അതൊക്കെ ഒരു അത്യാവശ്യം നോക്കി കഴിഞ്ഞെങ്കിൽ കുഴപ്പമില്ലാത്ത ലെവലിൽ വന്നെങ്കിൽ തല വേറെ ലെവലാണ്. പടം വൈസ് നോക്കുമ്പോൾ ഒരു ആവറേജേ ഉള്ളൂ. எப்பயுமே நல்லா தான் இருப்பாரு. ஆக்ஷன் சீக்வென்ஸ் நல்லா இருந்துச்சு. கடை செகண்ட் ஹாஃப் வந்து டைரக்ஷன் பயங்கரமாக இருந்துச்சு. ஃபைட் சீன்ஸ் தான் கொள்ளம் அமேசிங், நல்லா இருந்துச்சு. கண்டிப்பாக பிடிக்கும். ஃபர்ஸ்ட் ஹாஃப் கொஞ்சம் இருக்கும், பட் வெயிட் பண்ணுங்க, இன்டர்மிஷனுக்கு அப்புறம் പടം നൈസ് പടം. പിന്നെ ഭയങ്കര വലിയ എക്സ്പെക്ടേഷൻ ആയിട്ട് വരണ്ട, പക്ഷെ തിയേറ്ററിൽ കാണാനുള്ള സാധനം ഉണ്ട്. എബോ ആവറേജ് പടമാണ്. അജിത് കുമാറിൻ്റെ ഫുൾ താണ്ഡവം, പുള്ളി ആണ് മൊത്തം പ്രസൻസ്. പുള്ളിയുടെ സ്വാഗ് ആയാലും പുള്ളിയുടെ ക്യൂട്ട്നെസ് ആയാലും പുള്ളിയുടെ ഹാൻഡ്സ് ലുക്ക് ആയാലും ഒരു രക്ഷയില്ല. ഫസ്റ്റിൽ കുറേ സീക്വൻസ് ഉണ്ട്, പുള്ളിയെയും തൃശ്ശയുടെയും ഒരു 12 years ബാക്ക് കാണിക്കുന്നത്. അതിലൊക്കെ പുള്ളിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മാരക ക്യൂട്ട്നെസ്സും ഭയങ്കര ഗ്ലാമറസ് ലുക്ക്, ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തൃശ്ശയുടെ ഭയങ്കര ഭംഗിയുണ്ട്. അതുപോലെ മൊത്തത്തിൽ പടത്തിൻ്റെ ഇൻ്റർവൽ പഞ്ചായാലും വളരെ നൈസാണ്, അത് ക്ലൈമാക്സ് എല്ലാം വളരെ നൈസാണ്. പിന്നെ അതുപോലെ തന്നെ അർജുനസ് വില്ലൻ, റജീന വില്ലത്തിയായിട്ടുള്ളത്, അത് രണ്ടൊരു നല്ല രീതി. റജീനയൊക്കെ ചില സർപ്രൈസിങ് സാധനമാണ് ചെയ്തേക്കുന്നത്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അജിത് കുമാറിൻ്റെ ഫൈറ്റ്സ്, പ്രത്യേകിച്ച് ഇതിനകത്ത് എല്ലാം ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ്സുകളാണ്. അതായത് നമ്മളെ ലാലേട്ടനൊക്കെ വില്ലൻ മൂവിയിലൊക്കെ ഉള്ള പോലെ വളരെ കുറച്ച് മൂവീസിലെ ഹാൻഡ് ടു ഹാൻഡ് ഉള്ളൂ. കാരണം തമിഴ് പടത്തിലൊക്കെ ഒരുപാട് പേര് അടിച്ച് തെറിപ്പിക്കുന്നത്, 10 കാർ തെറിക്കുന്നത്, അതൊന്നുമില്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ്സ്, വളരെ നൈസായിട്ട് കാറിനകത്തൊക്കെ വെച്ചുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഓസമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മൊത്തത്തിൽ ഒരു പടത്തിൽ നോക്കിയാൽ നല്ലൊരു പടമാണ്. മ്യൂസിക് സെക്കൻഡായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനിരുദ്ധാണ്. അനിരുദ്ധിൻ്റെ പാട്ടും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല, വളരെ മനോഹരമായിട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഡിസ്റ്റിങ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ DA കളർ ഗ്രേഡിംഗ് ആണ്. കളർ ഗ്രേഡിങ് ഇതുപോലൊരു പടം ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ KGF-ലൊക്കെ നമുക്ക് കളർ ഗ്രേഡിംഗ് ഉണ്ടല്ലോ, ആ കളർ ഗ്രേഡിംഗ് ഒക്കെ മാറ്റി ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ഈ ഒരു കളർ ഗ്രേഡിങ് ഹോളിവുഡ് സ്റ്റൈല്, ഹോളിവുഡിൻ്റെ എക്സാക്റ്റ് രീതിയിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഹോളിവുഡിലോ ഈ ഒരു ഷെയ്ഡ് കിട്ടുന്ന നല്ല പടമാണ്. എന്തായാലും വന്ന് കാണുക. ഭയങ്കര എക്സ്പെക്ടേഷൻ വന്നിട്ടുള്ള ഇത് വേണ്ട, പക്ഷെ അല്ലാതെ നൈസായിട്ട് വന്ന് തിയേറ്ററിൽ ഈ കളർ ഗ്രേഡിംഗ് ഒക്കെ ചിലപ്പോൾ നമുക്ക് അത്രത്തോളം കിട്ടത്തില്ല. ചിലപ്പോൾ ഇത് കാണുമ്പോൾ നല്ലൊരു സ്ക്രീനിൽ കാണേണ്ട படம்னு டோன்ட் மிஸ் இட். விஜய் பண்றப்போ விஜய்ல ஒண்ணுமே வெறித்தனமே இருக்காது. இதுல தலரா வெறித்தனமா நடிச்சிருக்காரு. லியோ ரெக்கார்ட் மேல தூக்குவா. கண்டிப்பா ஆக்ஷன் சீக்வென்ஸ் கம்பேர் பண்ணி பார்க்கும்போது இந்த ஆக்ஷன்ஸ் விஜயால கண்டிப்பா ஷூரா பண்ண முடியாது. ஒரு பிளாக் மட்டும் வரும் இன்டர்வலுக்கு அப்புறம் காருக்குள்ள 4 பேர் ஃபைட் பண்ணுவாங்க. வேற லெவல் சீனா இருந்துச்சு. பயங்கரமா இருக்கு. கண்டிப்பா FTFS ஃபர்ஸ்ட் டைம் வந்து அஜித்தோட ஸ்வாக் எப்படி இருக்கு? ரொம்பவே நல்லா இருந்துச்சு. ஸ்க்ரீன்ல பாக்கில ரொம்பவே நல்லா இருந்துச்சு. அஜித் த்ரிஷா பேக் ரொம்பவே நல்லா இருந்துச்சு. நல்லா இருக்கு படம். தேங்க் யூ. മേരിച്ചാണോ അതോ വാടാ മേരിച്ചാണോ എന്ന് തോന്നിപ്പോൾ സ്വാഭാവികമായിട്ടൊന്നും വിചാരിക്കരുത്. കാരണം എന്താ പറയുക, ഒന്നുമില്ല. പിന്നെ നമുക്കൊന്നും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി 1-2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അജിത്തിൻ്റെയൊക്കെ ഒരു പടം കാണാൻ വരുന്ന ആ ഒരു ഫീല് സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകണമെന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഇപ്പോൾ എടുത്തു പറയാനൊന്നുമില്ല. ഫസ്റ്റ് ലാഗ് ആണെങ്കിൽ എങ്ങനെ ഇരുന്ന് അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. ഇൻ്റർവെല്ലിൽ ഒരു പ്രതീക്ഷ തന്നായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫുള്ളി ഫ്ലോപ്പാണ്. നമ്മൾ ട്രെയിലറൊക്കെ വന്നപ്പോൾ അനിരുദ്ധിൻ്റെ ജയിലറിനേഷമുള്ള ബെസ്റ്റ് BGM ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തോന്നിയോ? കണ്ടിട്ടില്ല. BGM-നെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും BGM വിഷ്വലൈസിങ്ങും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് കാണാനാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഇത്തരത്തിൽ ഒരു നല്ലൊരു നടൻ്റെ പടത്തിന് വേണ്ടി വരേണ്ട ആവശ്യമില്ലല്ലോ. വളരെ നമുക്ക് മോശമായി പോയി. ഒരു പ്രതീക്ഷയിൽ 1% പടത്തിന്റെ അത് കണ്ടതാണോ? ഇംഗ്ലീഷ് പടം കണ്ടതാണോ? ഡെഫിനറ്റ്ലി അത് ഇനിയും ബെറ്ററാണ്, മച്ച് ബെറ്ററാണ്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫിലിമായിരിക്കും.